ഒപ്പിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ നിലപാട് കുറച്ച് ദിവസമായി എല്ലാവരും ആരാഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഘട്ടത്തിൽ ഒന്നും അറിയിക്കേണ്ടത്. തീർച്ചയായും ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ്. അത് ആ നിലപാട് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം ചെറുക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ഉള്ളിലെ വർഗീയ കാഴ്ചപ്പാടുകൾ എല്ലാ കാലഘട്ടത്തിലും അത് തുടങ്ങിയ ഘട്ടം തൊട്ട് അത് നടപ്പിലാക്കിയതിന് ശേഷവും ഇപ്പോഴും ഞങ്ങൾ ശക്തമായി അതിനെ എതിർക്കുന്നു. ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ SFI അതിൻ്റെ അഭിപ്രായം അറിയിച്ചതാണ്. ഒരു സംഘടന എന്ന നിലയിൽ PM ശ്രീയിൽ അടങ്ങിയിരിക്കുന്ന ഈ വർഗീയ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന് ആപത്കരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും എന്നറിയിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിനെ ആ ഘട്ടത്തിലും അറിയിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ആ ആശങ്ക അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്നു. പാഠപുസ്തകങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക, കരിക്കുലത്തിൽ ഇടപെടുക, ഇതൊന്നും അനുവദിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇത് തീരുമാനിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും നമ്മൾ നികുതി കൊടുത്ത് ആ നികുതിയുടെ വിഹിതം നമുക്ക് കിട്ടണം എന്നുള്ളത് സ്വാഭാവികമായ ന്യായമാണ്, അത് കിട്ടണം. എന്നാൽ അതിനോടൊപ്പം അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ വർഗീയത ആളിക്കത്തിക്കാനോ അത് വളർത്താനോ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് അല്ല, ദേശീയ വിദ്യാഭ്യാസ നയം ഇന്നിപ്പോൾ ലോ ഓഫ് ദ ലാൻഡാണ്, രാജ്യത്തെ നിയമമാണ്. രാജ്യത്തെ നിയമം ഇവിടെ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ FIUGP രാജ്യത്തെ സർക്കാർ വിഭാവനം ചെയ്തതുപോലെയല്ല കേരളം നടപ്പിലാക്കുന്നത്. ഇപ്പോൾ സമാനമായ നിലയിൽ PM ശ്രീയിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാതെ ഇന്ന് കേരളത്തിലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഇടതു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരുമാനിക്കപ്പെടുന്നത് ആരാണ്, എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുകയും അതിലെ ഈ പരിമിതികളിൽ നിന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. ആ പരിമിതി എന്ന് പറയുന്നത് സർക്കാരിന്റെ മുമ്പിൽ അപ്പോഴും നിൽക്കുകയാണ്. അല്ല, അതിപ്പോൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ 1957 ഇപ്പോൾ ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ തോട്ടം മേഖലയെ കോർപ്പറേറ്റുകൾ എഴുതുന്ന ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അന്ന് തീരുമാനമെടുത്തത് രാജ്യത്തെ സർക്കാരായിരുന്നു. അപ്പോൾ രാജ്യത്തെ സർക്കാരിന് ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ചില അധികാരങ്ങൾ കൂടുതലുണ്ട്, പ്രത്യേകിച്ച് കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നു, ഞങ്ങളുടെ നിലപാട് അതുതന്നെയാണ്, ഞങ്ങളുടെ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അത് ആ നിലയിൽ തന്നെ സർക്കാർ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വർഗീയ കാഴ്ചപ്പാടുകളുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഇതിലൊരു കാര്യമുണ്ട്, ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ കാതലായ മാറ്റം വരാൻ പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ കൂടിയാലോചന നടത്തേണ്ടതായിരുന്നില്ലേ? ഇപ്പോൾ ഈ സമയം നമ്മൾ സംസാരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി അനുമോദിച്ചുകൊണ്ട് ABVP അല്പം മുമ്പ് അനുമോദന കത്ത് വരെ കൈമാറിയത്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ നിങ്ങളോട് ചർച്ച ചെയ്യാത്തത് വലിയൊരു വീഴ്ചയല്ലേ? ഇപ്പോൾ ASF ആ ഒരു വീഴ്ച സംബന്ധിച്ച് രംഗത്തെത്തി ആത്മഹത്യാപരം എന്നാണ് ASF അറിയിച്ചത്. ASFിൻ്റെതായ നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സർക്കാർ ഞങ്ങളോട് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയതാണ് ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ്. ആ അഭിപ്രായത്തിൽ നിന്ന് തെല്ലും ഞങ്ങൾ മാറിയിട്ടില്ല. ആ അഭിപ്രായത്തിൽ നിന്ന് ഞങ്ങൾ മറ്റൊന്നും മാറുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് സർവ്വശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി നമുക്ക് തരാനുള്ള 1500 കോടിയിൽ പരം രൂപ, ആ പണം എവിടെ? ആ പണം തരണമെങ്കിൽ ഇത് ഒപ്പിട്ടേ മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധി ഉയർത്തുന്ന ഒരു സർക്കാർ മുന്നിൽ നിൽക്കുകയാണ്. സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം തരണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം ക്യാമ്പസുകളിലോ സ്കൂളിലോ കുട്ടികൾക്കിടയിൽ വർഗീയത വളർത്തണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറുന്ന ആ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ SFI ചെയ്യുന്നത്. അല്ല സാർ, നമ്മൾ കീഴടങ്ങിയോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ കീഴടങ്ങുന്ന ഒരു നിലപാടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ സമരം നയിച്ചിട്ടുള്ള നാടാണ് കേരളം. അതിൻ്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് SFI. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നിങ്ങളിപ്പോൾ നോക്കണം, 2019 കരട് അവതരിപ്പിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെത്. ആദ്യം രംഗത്ത് വന്ന സംഘടനയുടെ പേര് SFI എന്നാണ്. 20 അംഗീകരിക്കപ്പെടുമ്പോഴും സമരം നടത്തിയ സംഘടനയുടെ പേര് SFI എന്നാണ്. NCERT പാഠപുസ്തകം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഈ MSFും KSU ഒക്കെ +1 +2 കുട്ടികൾ പഠിക്കുന്ന ഏത് പാഠപുസ്തകമാണ്? NCERT പാഠപുസ്തകമാണ്. ആ NCERT പാഠപുസ്തകത്തിൽ നിന്ന് ബാബറിനെയും ഹുമയൂണിനെയും അക്ബറേയും ഈ പറഞ്ഞ ഗാന്ധിജിയെയും ഡാർവിനെയും ഒക്കെ എടുത്തു മാറ്റിയപ്പോൾ ഇവരെവിടെയായിരുന്നു? അന്ന് സമരം നടത്തിയ SFI